നമസ്കാരം. ലൈംഗിക തൊഴിലിന് തയ്യാറാകാതിരുന്ന യുവതിയെ ലിവ് ഇൻ പങ്കാളി കുത്തിക്കൊലപ്പെടുത്തി. ആന്ധ്രാപ്രദേശിലെ അംബേദ്കർ കോനസീമ ജില്ലയിലാണ് സംഭവം. ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന 22-കാരി പുഷ്പയെയാണ് ലിവ് ഇൻ പങ്കാളിയായ ഷെയ്ഖ് ഷമ്മ കൊലപ്പെടുത്തിയത്. ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിഞ്ഞ യുവതി 6 മാസമായി ഇയാൾക്കൊപ്പം താമസിക്കുകയായിരുന്നു. വാടക വീട്ടിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. നേരത്തെ യുവതി അമ്മ ഗംഗയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മകനും കൂടിയുണ്ട്. തുടർന്ന് ജോലി തേടി വിജയവാഡയിലേക്ക് എത്തിയ യുവതി അവിടെ കാർ മെക്കാനിക്കായ ഷെയ്ഖ് ഷമ്മയുമായി പരിചയത്തിലാവുകയും പിന്നീട് പ്രണയത്തിലാവുകയുമായിരുന്നു. പിന്നീട് ഇരുവരും വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. തുടർന്നാണ് ഇവർ വീട് വാടകയ്ക്കെടുത്തത്. കഴിഞ്ഞ 6 മാസമായി ഇരുവരും തമ്മിൽ പതിവായി തർക്കങ്ങളുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത കാലത്തായി പുഷ്പയ്ക്ക് മറ്റ് പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ യുവാവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. ഇതുകൂടാതെ പണത്തിനായി ലൈംഗിക തൊഴിലിലേക്ക് ഇറങ്ങാൻ നിർബന്ധിച്ചു. സംഭവ ദിവസം പുഷ്പ ഗ്രാമത്തിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെ ഷെയ്ഖ് വീട്ടിലെത്തുകയും ലൈംഗിക തൊഴിലിനായി തന്റെ കൂടെ വരാൻ പുഷ്പയെ നിർബന്ധിക്കുകയും ചെയ്തു. പുഷ്പ എതിർത്തതോടെ ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. അമ്മയും സഹോദരൻ വിനയും ഇതിൽ ഇടപെട്ടതോടെ ഇയാൾ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇരുവരെയും ആക്രമിച്ചു. തടയാനെത്തിയ പുഷ്പയുടെ നെഞ്ചിന്റെ ഇടതുവശത്തും കാലിലുമാണ് പ്രതി കുത്തിയത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് പുഷ്പ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പോലീസ് സംഭവസ്ഥലം പരിശോധിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റസോൾ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ ഗംഗയും വിനയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ പോയ ഷെയ്ഖ് ഷമ്മയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്.